ഒരു ദിവസം റേഡയിൽ സ്റ്റേ ചെയ്തതിനു ശേഷം കോളനിലേക്ക് പോകാൻ ഞങ്ങൾ പ്ലാൻ ഇട്ടുട്ടാ. എവിടാ പോണേ? അടുത്ത പരിപാടി അവിടെ പള്ളി കാണാ, മാർക്കറ്റ് കാണാ. പൊളിക്കല്ലേ? നമ്മള് കോളനി എത്താറായിക്കാണ്. അടുത്ത സ്റ്റോപ്പാണ്. കോളനിലോട്ട് പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് വഴി തെറ്റിയിട്ടാ. ഔട്ട് ബാനോഫിലോട്ട് പോണത് വേറൊരു സ്റ്റോപ്പിലാണ് പോയി ഇറങ്ങിയത്. ആ ബാനോഫിൽ ഇറങ്ങി കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ അടുത്ത ട്രെയിൻ കിട്ടിയത്. അങ്ങനെ അടുത്ത ട്രെയിൻ പിടിച്ച് നേരെ കോളനിലേക്ക് എത്തിയിട്ടാ. വഴിയൊക്കെ തെറ്റിയെങ്കിലും അവസാനം നമ്മള് കോളോൺ പള്ളിയുടെ സൈഡിൽ എത്തിയിട്ടാ. പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ നല്ല തിരക്കായിരുന്നു കേട്ടാ. അപ്പൊ നമ്മള് പള്ളിയുടെ മേൽഭാഗത്ത് ഫ്രണ്ട് വശത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് വശത്തോട്ട് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. ആയിരത്തി 1248 പണി തുടങ്ങിയ പള്ളി ഏകദേശം ഒരു 600 കൊല്ലങ്ങൾ എടുത്തിട്ടാണ് കേട്ടോ പണി പൂർത്തിയാക്കിയത്. 3 വൈസ്മെൻസിന്റെ അവശിഷ്ടങ്ങൾ സൂക്ഷിക്കാനായിട്ട് പണിതായിരുന്നു പള്ളി. ഓളം പള്ളി പണിത ആർക്കിടെക്റ്റും സാത്താനുമായുള്ള ഉടമ്പടി കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഏകദേശം 240 മീറ്ററോളം ഉയരമുള്ള ഗോപുരങ്ങളാണ് കേട്ടോ ഇവിടുത്തത്. ഫോട്ടോ എടുക്കാൻ വരെ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ. ഇന്നത്തെ കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് പുറത്തു നിന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാ. ഫോട്ടോ എടുക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അകത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടാ. ചെല്ലുമ്പോ തന്നെ ഇതുപോലെ മെഴുകുതിരിയും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവര് മെഴുകുതിരി എടുത്ത് അവിടെ കത്തിച്ച് പ്രാർത്ഥിക്കാം.
അന്ധകാലത്ത് പണിത പള്ളിയാണെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് കണ്ടാ നമ്മൾ ശരിക്കും ഞെട്ടൂട്ടാ. പള്ളിയുടെ അകത്ത് കയറി ഇതൊക്കെ കണ്ട് കുറച്ചു നേരം അന്തം വിട്ട് നടന്നിട്ടാ. ഓരോ ഭാഗങ്ങൾ കാണുമ്പോഴും ഇതൊക്കെ എങ്ങനെയാ പണിത് എന്നുള്ള ആശ്ചര്യത്തിലായിരിക്കും കേട്ടോ നമ്മള്. പല നാട്ടിൽ നിന്നും ഇത് കാണാനായിട്ട് ഇവിടെ ആളുകൾ കൂടിയിട്ടുണ്ട് കേട്ടോ. രണ്ടു മൂന്ന് സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ആർക്കിടെക്ചർ ബ്രില്യൻസ് കാണണമെങ്കിൽ താഴോട്ട് നോക്കിയാലും മതിട്ടാ. ത്രീ കിങ്സോ രാജാക്കന്മാര് എന്നിട്ട് ബറി ചെയ്തിരുന്നു. മേളില് കിട്ടില്ല. ലിഫ്റ്റാണോ ഉണ്ടാൻ? അന്നത്തെ കാലത്ത് ലിഫ്റ്റാ. അകത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടാ. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് മാർക്കറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രിസ്മസ് മാർക്കറ്റ് ആയിരുന്നു കോളനിലേത്. പലതരം വെറൈറ്റീസ് ഓഫ് ഫുഡുകളും ഡ്രിങ്ക്സുകളും ഒക്കെയാണ് ഈ മാർക്കറ്റിന്റെ പ്രധാന അട്രാക്ഷൻസ്. ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ സൈഡിൽ ചെറിയ ചെറിയ സ്റ്റാളുകൾ ഉണ്ടാവില്ലേ, അതുപോലത്തെ കടകളാണ് ട്ടോ. അതായത് ഒരു കടയിൽ ഒരു ഐറ്റംസ് ആണെങ്കിൽ മറ്റേ കടയിൽ വേറെ ഐറ്റംസ്, അങ്ങനെയാട്ടാ. ഇവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട പല ടൈപ്പ് ഫുഡും ഡ്രിങ്ക്സും അതുപോലെ തന്നെ കുറെ സാധനങ്ങളൊക്കെ വിൽക്കാനാട്ടോ അവിടെ വച്ചേക്കണത്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട
കുറെ കൾച്ചറൽ വസ്തുക്കളും ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പള്ളിയുടെ സൈഡില് ഇങ്ങനത്തെ ഒരു മാർക്കറ്റും കൂടെ വന്നപ്പോ അടിപൊളി വ്യൂ ആണ് ട്ടോ. ഇത്രയും ജനങ്ങളുടെ ഇടയിലൂടെ മാർക്കറ്റിൽ കൂടെ നടക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ട്ടോ. കൊളൻ പള്ളിയുടെ ഉൾവശവും മാർക്കറ്റൊക്കെ കണ്ട് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ കോളനിയിൽ തിരിച്ചുട്ടാ. ഇത്ര ഉള്ളോട്ടോ ഇന്നത്തെ വീഡിയോ.